നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 5 ആണ്. ചാപ്റ്റർ 5 ഏതായിരുന്നു? ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ തൊട്ട് മുമ്പ് നമ്മൾ 2ാം ചാപ്റ്റർ പഠിച്ചിരുന്നു ന്യൂ നമ്പേഴ്സ് അല്ലെ, ഇറാഷണൽ നമ്പേഴ്സിനെ പഠിച്ചിരുന്നു. അവിടെ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് ആരൊക്കെയായിരുന്നു? √2, √3, √5, √7 ഒക്കെ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് ആക്കി നമ്മൾ പറയാറുണ്ട്. അവിടെ നമ്മൾ പഠിച്ചത് അഡീഷനും സബ്ട്രാക്ഷനും മാത്രമായിരുന്നു നമ്മൾ അവിടെ പഠിച്ചത്. നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഇറാഷണൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനും അതേപോലെ ഡിവിഷനുമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം സബ് ഹെഡിങ് ആക്കി എഴുതി വെക്കുക, മൾട്ടിപ്ലിക്കേഷൻ എന്ന് എഴുതി വെക്കുക. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അത് നോക്കാം. ഫസ്റ്റ് 1 × √2 ആണ്. 1 × √2, 1 ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ നമ്പർ തന്നെയാണ് വരിക. അപ്പൊ എന്തായിരിക്കും? ഇവിടെ √2 തന്നെ വരും. ഇനി അടുത്ത രണ്ടാമത് 2 × √2, 2 × √2 അല്ലെ. അപ്പൊ എന്ത് എഴുതാൻ മതി? 2 √2 ആയി കൊടുക്കുക. കാരണം 2ന് എന്തില്ല? റൂട്ട് ഇല്ല. 2 × √2 എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? √2നെ അല്ലെ 1.414 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? അല്ലെ 8 2 8 ദാറ്റ് ഇസ് 2 അല്ലെ 2.2 അല്ലെ 2.828 എന്ന ആൻസറിലേക്ക്. അപ്പൊ ഇങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നിർബന്ധമൊന്നുമില്ല, നമ്മൾ ഇവിടെ നിർത്തിയാലും മതി. അടുത്ത് 4 × √5 ആകുമ്പോൾ എന്താവും? 4√5 ആവും. അടുത്തത് √2 × √2. ഇവിടെ നമുക്ക് 2 അകത്ത് റൂട്ട് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇവിടെ നോക്കുമ്പോൾ √2 × √2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ടിന്റെ അകത്തേക്ക് 2 കൊണ്ടുവരിക. ഈ 2 കൊണ്ടുവന്നു, ഈ 2നെയും കൊണ്ടുവന്നു. ഈക്വൽ ടു 2 × 2 എത്ര? 4. അപ്പൊ √4 എന്ന വാല്യൂ എത്രയാണ്? 2 ആണ്. എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ഒരേ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പറിനെ എഴുതിയാൽ മതി എന്നാണ്. അങ്ങനെയാണെങ്കിൽ √3 × √3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 3 എന്ന് പറഞ്ഞാൽ 3 × 3 എന്ന് പറഞ്ഞാൽ 9. അപ്പൊ √9 ഈക്വൽ ടു 3 അല്ലെ. ഇതിനകത്ത് 2 പേരെ ഒരാളാക്കി എഴുതിയെന്നുള്ളൂ അല്ലെ. 3 × 3 അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 3 × 3 9. √9 എത്രയാണ്? 3 ആണ്. അടുത്ത √5 × √5 ദാറ്റ് ഈസ് 5 × 5, √5 × 5. അപ്പൊ √25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. അടുത്ത √7 × √7 എന്താണ്? 7 × 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √49. √49 എത്രയാണ്? 7 ആണ്. അപ്പൊ √7 × 7 എന്തിട്ടി? അല്ലെ 49. ദാറ്റ് ഈസ് എത്രയാണ്? √49 7 ആണ്. അടുത്ത √2 × √3 എന്ന് പറഞ്ഞാൽ 2 × 3 എഴുതി. 2 × 3 എത്ര? 6. അതിന്റെ റൂട്ട് വാല്യൂ ഇല്ല, അതേപോലെ ഇട്ടു. അടുത്ത് √2 × √5 എത്രയാണ്? 2 × 5 കൊടുത്താൽ എത്ര കിട്ടി? √10. ഇനി അടുത്ത് √2 × √7 എത്രയാണ്? 2 × 7 എത്ര? √40. ഇതൊന്നും വാല്യൂ ഇല്ല. ഇനി √5 × √8 എത്ര വരും? 5 × 8 ഈക്വൽ ടു എത്ര കിട്ടി? √40 ആയി മാറി. അടുത്തത് √5 × √10 അപ്പൊ എന്താവും? 5 × 10 ഈക്വൽ ടു എത്രയായി? √50 ആയി മാറി. അടുത്തത് √45 × √2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √90. അടുത്തത് √6 × 3 അപ്പൊ എന്താവും? √6 × 3 18. അപ്പൊ √18 ആണ് വന്നത്. ക്ലിയർ ആയല്ലോ? നമുക്ക് ഇതിനെ ജനറലി പറഞ്ഞെന്താ? a × √b ഈക്വൽ ടു a √b. നമ്മള് 2 × √2 എഴുതിയ പോലെ തന്നെ ചെയ്തെന്നുള്ളൂ. √a × √a ഈക്വൽ ടു a. ഒരേ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ആയി കണ്ടെത്തും. ഇനി √a × √b എന്ന് പറഞ്ഞാൽ √ab എന്നാണ് അല്ലെ. ആ ഉള്ളത്തെ നമ്പർ തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതിന് സിംപ്ലിഫിക്കേഷൻ എന്ന രീതിയിലേക്കാണ് പോകുന്നത്. √8 നമ്മൾ വാല്യൂ കണ്ടെത്താൻ പോവുകയാണ്. അതിനുവേണ്ടി √8 നമുക്ക് എങ്ങനെയൊക്കെ മാറ്റി എഴുതാം? 4 × 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചിരുന്നു √a × √b എന്ന് പറഞ്ഞാൽ √ab ആണ്. തിരിച്ചില്ലേ വന്നില്ലേ? അപ്പൊ എങ്ങനെ ഇതിനെ എഴുതാം?
√4 into √2 ആക്കി എഴുതി കൂടെ? ഇതിന് ഇങ്ങോട്ട് എഴുതാണെങ്കിൽ ഇതിനെങ്ങനെ തിരിച്ചു എഴുതി. അപ്പൊ √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 2√2 ആയി. അപ്പൊ √8 ഞാൻ എങ്ങനെ എഴുതി? 4 into 2 ആക്കി എഴുതി. അപ്പൊ മറ്റേത് √4 into √2 എന്നാണ് 2√2. അടുത്തത് 12. എങ്ങനെ എഴുതാ? 12 എങ്ങനെ കിട്ടും? 4 into 3. അപ്പൊ ഒരു നമ്പർ റൂട്ടിലെ നമ്പർ ആണ് നമ്മൾ എടുത്ത് എഴുതുന്നത്. ആ കാര്യം ഓർത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ 6 into 2 നമുക്ക് 12 ആക്കാം. 6 നമുക്ക് റൂട്ടില്ല, 2നും റൂട്ടില്ല. അതേ സ്ഥാനത്ത് 4 into 3 ചെയ്യുമ്പോൾ 4 എന്തുണ്ട്? റൂട്ട്. അപ്പൊ ഇവിടെ എന്ത്? √4 into √3 എന്ന് പറഞ്ഞാൽ 4√3. അടുത്ത് 18 എങ്ങനെ മാറ്റിയതാ? അല്ല 6 into 3 ആക്കാം. പക്ഷെ 6നും 3നും എന്തില്ല? റൂട്ടില്ല. അതേ സ്ഥാനത്ത് 9 into 2 എഴുതി ചേർത്താൽ 9 എന്തുണ്ട്? റൂട്ട് ഉണ്ട്. അപ്പൊ √9 into √2 എന്ന് പറഞ്ഞാൽ എത്രയായി? 3√2. അടുത്ത് 45 എങ്ങനെ മാറ്റിയതാ? 9 into 5 45 ആണ്. അപ്പൊ √9 into √5 equal to 3√5 ആണ്. അടുത്തത് √27 എങ്ങനെ എഴുതാ? 9 into 3 ആക്കി മാറ്റിയതാ. അപ്പൊ √9 into √3 എന്ന് പറഞ്ഞാൽ 3√3. അടുത്ത് 32 എങ്ങനെ എഴുതാ? 16 into 2 എന്ന് മാറ്റി എഴുതി. 16 into √2. അപ്പൊ എത്ര കിട്ടി? 4√2. അടുത്ത 7th one √50. √50 പറഞ്ഞാൽ 10 into 5 കൊടുക്കാം. പക്ഷെ 10നും റൂട്ടില്ല, 5നും റൂട്ടില്ല. അപ്പൊ 25 into 2 കൊടുത്തൂടെ? 25 എന്തുണ്ട്? റൂട്ട് ഉണ്ട്. 25 into √2 that is 5√2. ഈ കാര്യങ്ങളുടെ ബേസിക് കാര്യങ്ങളാണ്. നമ്മൾ ടെസ്റ്റത്തെ കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദി പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദി സ്ക്വയർ? അപ്പൊ ഈ സ്ക്വയറിന്റെ പെരിമീറ്ററും ഏരിയയും കാണാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഈ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ, സ്ക്വയറിന്റെ അല്ലെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 into സൈഡ് ആണ് പെരിമീറ്റർ. ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡ് സ്ക്വയർ ആണ് അല്ലെ ഏരിയ എന്ന് പറയുന്നത്. ആദ്യത്തിന് വേണ്ടി ഞാൻ ഈ ട്രയാങ്കിളിന് പേര് കൊടുത്തു ABC. അപ്പൊ AC എന്ന് ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ഇവിടെ അല്ലേ 90 ഡിഗ്രി വരുന്നത്? അപ്പൊ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. എന്താണ് പൈതഗോറസ് തിയറം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡിന്റെ സ്ക്വയർ അല്ലെ. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ AC സ്ക്വയർ, ബേസ് എന്ന് പറഞ്ഞാൽ BC സ്ക്വയർ, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ AB സ്ക്വയർ. AC നമുക്കറിയാം BC 1 ആണ്, AB 1 ആണ്. 1 സ്ക്വയർ 1 1. എത്ര കിട്ടി? 2 ആയി. അപ്പൊ AC സ്ക്വയർ ഈക്വൽ ടു 2, AC ഈക്വൽ ടു √2 മീറ്റർ. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആരിട്ടി? √2. ഈ √2 എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ സ്ക്വയറിന്റെ സൈഡ് ആണ്. ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്? √2 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമുക്ക് അറിയാം. 4 into സൈഡ് ആണ്. 4 into √2. ഇനി √2ന്റെ വാല്യൂ നമുക്ക് അറിയാം. എന്താണ്? 1.414. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും വരിക? അല്ലെ 1.414 into 4 that is 16. റിമൈൻഡർ 1 അല്ലെ. പിന്നെ എന്ത് വരും? 4 1 5 ആയി. പിന്നെ 16 ആയി. that is 5 അല്ലെ 1 2 3 1 2 3. അപ്പൊ 5.656 മീറ്റർ ആണ് ആര് വരുന്നത്? പെരിമീറ്റർ ആയി വരുന്നത്. ഇനി അടുത്തെന്താണ്? ഏരിയ കാണണം. ഏരിയ കാണാന്ന് പറഞ്ഞാൽ എന്താണ്? സൈഡ് സ്ക്വയർ. അപ്പൊ √2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. അപ്പൊ അത്രയും മീറ്റർ സ്ക്വയർ ആണ് ആര് വന്നത്? ഏരിയ വന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 88 to 89 വരെയാണ്. അതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, we can make a rectangle using 4 equilateral triangles of the same size by the cutting 2 of them along their height and rearranging the piece and other 2 whole triangles. If sides of equilateral triangle are 2 centimeter, what is the perimeter and the area of the rectangle? നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ട്,
നമ്മൾ തന്ന ഈക്വലാറ്റർ ട്രയാങ്കിൾ. ഇതിന്റെ സൈഡ്സ് ഒക്കെ എത്രയാണ്? 2 ആണ്. അപ്പൊ ഇവിടെ എത്ര? ഇത് 2 ആണ്, ഇത് 2 ആണ്, ഇത് 2 ആണ് അല്ലെ? ഇത് 2 ആണ്, ഇത് 2 ആണ്. ഈക്വലാറ്റർ ഞങ്ങൾ കട്ട് ചെയ്തു എന്നാണ്. അപ്പൊ ഇതൊരു കട്ട് ചെയ്തു. അപ്പൊ മൊത്തം ലെങ്ത് എത്രയാണ്? 2 ആണ്. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര? 1 ആവും, ഇവിടെ 1 ആവും അല്ലെ? ഇവിടെ 2, ഇവിടെ 2. അപ്പൊ ഈ ഹൈറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. അത് തന്നെയാണ് ഇവിടെ. അപ്പൊ ഈ ഈക്വലാറ്റർ ട്രയാങ്കിൾ ഇങ്ങോട്ട് ചെരിച്ചു കൊണ്ടുപോയി വെച്ചു. അപ്പൊ ഇവിടെ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 ആണ്. പിന്നെ ഈ ഹൈറ്റ് ആണ് ആണ് ഇവിടെ വരുന്നത്. ഈ ഹൈറ്റ് തന്നെയാണ് വരുന്നത് ഇവിടെയും വരുന്നത്. നമ്മൾ പറഞ്ഞെന്താണ്? ഈ ഈക്വലാറ്റർ ആംഗിൾ ഇങ്ങോട്ട് നീട്ടി വെച്ചു, ഈ ഈക്വലാറ്റർ ആംഗിൾ ഇങ്ങോട്ട് നീട്ടി വെച്ചു, ഈ ഈക്വലാറ്റർ ആംഗിളിന്റെ ഹാഫ് ഇവിടെ കൊണ്ടുവച്ചു, ഇതിന്റെ ഹാഫ് ഇവിടെ കൊണ്ടുവച്ചു, ഇതിന്റെ ഹാഫ് ഇവിടെ കൊണ്ടുവച്ചു, ഇങ്ങനെ. അപ്പൊ എന്ത് ചെയ്തു? ഒരു റെക്ടാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഈ റെക്ടാങ്കിളിന്റെ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കണം. പിന്നെ കിട്ടേണ്ടതാണ് ഈ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് നമ്മൾ കൈ കിട്ടിയിരിക്കുന്നത് 2 ആണ്. ഇനി ലെങ്ത് കിട്ടണം. ലെങ്ത് എന്ന് പറയുമ്പോൾ ആരാണ്? ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ് വരുന്നത്. ഇതും കണ്ടെത്തുക. രണ്ടിൽ ആഡ് ചെയ്യുമ്പോഴാണ് ലെങ്ത് വരുന്നത്. അതേ ലെങ്ത് ആണ് ഇവിടെ വരുന്നത്. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഈ ഈക്വലാറ്റർ ട്രയാങ്കിൾ മാറ്റി വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? 2 സെന്റിമീറ്റർ ആണ്. എല്ലാം എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. എന്നിട്ട് അതിന് ABC എന്ന് പേരെടുത്തു. ഒരു പെർപെൻഡിക്കുലർ കട്ട് ചെയ്തപ്പോൾ ഇവിടെ 1 സെന്റിമീറ്റർ ആവും, ഇവിടെ എന്താവും? 1 സെന്റിമീറ്റർ ആയി മാറും. ഇനി എന്ത് ചെയ്യാ? ഇതിനെ ഇങ്ങോട്ട് മാറ്റി വരച്ചു. അപ്പോ ADC ആയി അല്ലെ? ഇവിടെ എന്താണ്? 90 ആണ് വരുന്നത്. ഇനി നമ്മൾ കാണുന്നത് AD എന്ന ലെങ്ത് ആണ്. അപ്പൊ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. അപ്പൊ AD നമുക്കറിയാം AC സ്ക്വയർ ഈക്വൽ ടു എന്താണ്? BC സ്ക്വയർ പ്ലസ് AD സ്ക്വയർ. AC എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 സ്ക്വയർ ഈക്വൽ ടു BC എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. AD നമുക്കറിയില്ല, AD സ്ക്വയർ. ഇനി എന്ത് ചെയ്യാ? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 1 സ്ക്വയർ 1 പ്ലസ് AD സ്ക്വയർ. അപ്പൊ AD സ്ക്വയർ ഈക്വൽ ടു 4 മൈനസ് 1 എത്ര കിട്ടി? 3 ആയി വന്നു. അപ്പൊ എന്ത് കിട്ടി? AD ഈക്വൽ ടു √3 സെന്റിമീറ്റർ ആയി വന്നു. അപ്പൊ AD-യുടെ ലെങ്ത് എത്ര കിട്ടി? √3 ആയി വന്നു. അപ്പൊ എന്താ നമുക്ക് കിട്ടിയത്? ഈ സൈഡിലെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? √3 ആണ്. ഇവിടെയും എന്താണ്? √3, ഇവിടെയും √3, ഇവിടെ എന്താണ്? √3 ആണ് വന്നത്. അപ്പൊ നമുക്ക് ഈ റെക്ടാങ്കിളിന്റെ പെരിമീറ്ററും അതേപോലെ ഏരിയയും കാണാൻ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെ? അപ്പൊ നേരെ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇക്വേഷനിലേക്ക് പോയാൽ മതി. അപ്പൊ പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ എന്താണ്? നമുക്ക് ആൾ സൈഡ്സ് ആഡ് ചെയ്യാം. ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ആര് വരുന്നത്? നമ്മുടെ ഏരിയ. അപ്പൊ ഞാൻ ആ വരച്ച ആദ്യം ഈക്വൽ ട്രയാങ്കിൾ മാറ്റി വരച്ചു, ഇങ്ങോട്ട് മാറ്റി വരച്ചു. ഇനി ഞാൻ കട്ട് ചെയ്ത എന്ത് ചെയ്തു? ഈക്വൽ ട്രയാങ്കിൾ വെച്ചു. അപ്പൊ എന്ത് കിട്ടി? നമുക്കൊരു റെക്ടാങ്കിൾ ഫോം ചെയ്തു. ഇനി എന്ത് ചെയ്തു? അത് ഇങ്ങോട്ട് മാറ്റി. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ആണ്. നമുക്ക് ഏരിയ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ അറിയാം. എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? √3 പ്ലസ് √3 ആണ് അല്ലെ? ഈ √3 പ്ലസ് √3. ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ആരാണ്? 2 ആണ്. തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ എന്താവും? 2√3 ഇൻറ്റു 2 ഇൻറ്റു 2 എത്ര കിട്ടി? 4 √3. അപ്പൊ √3ന്റെ വാല്യൂ 1.732 ആണ്. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 1.732 ഇൻറ്റു 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 8, 12 റിമൈൻഡർ 1, 28 1 29 2 6 ആയി. അപ്പൊ എത്ര കിട്ടി? 1 2 3. അപ്പൊ 1 2 3 ആകുമ്പോൾ 6.928 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വന്നത്? ഈ റെക്ടാങ്കിളിന്റെ ഏരിയ. ഇനി അടുത്ത റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ആണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ മൊത്തം ആഡ് ചെയ്യാം. √3 ആദ്യം എടുത്ത് എഴുതി, പ്ലസ് അടുത്ത √3 എടുത്ത് എഴുതി, അടുത്ത് പ്ലസ് 2 എടുത്ത് എഴുതി, പ്ലസ് ഈ √3 എടുത്ത് എഴുതി, പ്ലസ് ഈ √3 എടുത്ത് എഴുതി, പ്ലസ് 2 എടുത്ത് എഴുതി. എത്ര √3 ഉണ്ട്? 4√3. 2 പ്ലസ് 2 എത്ര കിട്ടി? 4. അപ്പൊ √3ന്റെ വാല്യൂ നമുക്കറിയാം 1.732 ആണ്. പ്ലസ് 4. ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ തൊട്ട് മുമ്പ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. എത്ര കിട്ടിയിരുന്നു?
അല്ലെ 4 into 1.732 എന്ന് പറഞ്ഞാൽ 6.928 പ്ലസ് 4 ഇത് ആഡ് ചെയ്യാം. അപ്പൊ 6.928 പ്ലസ് 4.000 ആഡ് ചെയ്യുമ്പോൾ എന്താ 8 2 9 10 10.928 സെന്റിമീറ്റർ ആണ് ആര് വന്നത് ഈ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ ആയി വന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? വി ക്യാൻ മേക്ക് എ ട്രപ്പീസിയം ബൈ കട്ടിംഗ് ദി എ സ്ക്വയർ ആൻഡ് an equilateral triangle with side twice than the square and rearranging piece below. If the side of a square is 2 centimeter, what is the perimeter and area of the trapezium? ഒന്നുമില്ല, ഒരു സ്ക്വയർ ഉണ്ട്, അതിനെ കട്ട് ചെയ്ത് ഒരു കഷ്ണം ഇവിടെ കൊണ്ടുവച്ചു, ഒരു കഷ്ണം ഇവിടെ കൊണ്ടുവച്ചു. പിന്നെ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ട്, അത് കട്ട് ചെയ്ത് ഒരു കഷ്ണം ഇവിടെ കൊണ്ടുവച്ചു, ഒരു കഷ്ണം ഇവിടെ കൊണ്ടുവച്ചു. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് ഒരു ട്രപ്പീസിയം ഫോം ചെയ്തിട്ടുണ്ട്. ഈ ട്രപ്പീസിന്റെ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കണം. നമുക്കറിയാം ഒരു സ്ക്വയറിന്റെ സൈഡ് തന്നിട്ടുണ്ട് 2 ആണെന്ന്. അപ്പൊ ഇത് 2 ആണ്, ഇത് 2 ആണ്, ഇത് 2 ആണ്, ഇത് 2 ആണ്. അപ്പൊ ഇത് 2 കിട്ടി, ഇത് 2 കിട്ടി, ഇത് 2 കിട്ടി, ഇത് 2 കിട്ടി. ഇനി എന്തേ കിട്ടണ്ടുള്ളൂ? ഈ ലെങ്ത്തും കിട്ടണം, ഈ ലെങ്ത്തും കിട്ടണം, ഈ ലെങ്ത്തും ഈ ലെങ്ത്തും കിട്ടണം. ഈ ഇക്വലാറ്റർ ട്രയാങ്കിളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇക്വലാറ്റർ ട്രയാങ്കിൾ? ട്വൈസ് സൈഡ്. ഈ സ്ക്വയറിന്റെ ട്വൈസ് എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇക്വലാറ്ററിന്റെ സൈഡ് എത്രയായി മാറി? ഇവിടെ മുതൽ ഇതുവരെ ലെങ്ത് എത്രയായി? 4 ആണ്. ട്വൈസ് 2 into 2 4 ആണ്. അപ്പൊ ഈ ലെങ്ത് 4, ഈ ലെങ്ത്തും 4. അപ്പൊ ഇവിടെ കിട്ടി? ഇത് മൊത്തം 4 ആണ്. ഓക്കെ, അപ്പൊ ഇത് 2, ഇത് 2. അപ്പൊ ഈ ലെങ്ത് ആണ് ആര് വരുന്നത്? ഇവിടെ വരുന്നത്. പിന്നെ ഈ ലെങ്ത് ആണ് എവിടെ വരുന്നത്? ഇവിടെ വരുന്നത്. അപ്പൊ ഈ ലെങ്ത്തും കണ്ടുപിടിക്കണം, ഈ ലെങ്ത്തും കണ്ടുപിടിക്കണം. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ സ്ക്വയറിന്റെ ഡയഗണലാണ്. അപ്പൊ ഡയഗണല് നമുക്ക് അല്ലെ, ഒരു സ്ക്വയറിന്റെ ഡയഗണൽ ആണ് ഇക്വേഷൻ ആണ്. √2 into സൈഡ് ആണ് ഇക്വേഷൻ. ഇനി ഇവിടെ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഹൈറ്റ് ആണ് ഈ ഭാഗം വരുന്നത്. എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഹൈറ്റ് കണ്ടു. അതിനുവേണ്ടി ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്? ഈ സ്ക്വയർ എന്ത് ചെയ്തു? എന്നിട്ട് മാറ്റി വരച്ചു. എന്നിട്ട് 2 സെന്റിമീറ്റർ കൊടുത്തു. എന്നിട്ട് ഒരു ഡയഗണൽ വരച്ചു. ഈ ഡയഗണൽ ലെങ്ത് കാണുന്ന ഇക്വേഷൻ ആണ്. എന്താണ്? ലെങ്ത് ഓഫ് ദി ഡയഗണൽ ഈക്വൽ ടു √2 into സൈഡ് ആണ്. ഇവിടെ സൈഡ് ഇവിടെ എത്രയാണ്? 2 ആണ്. അപ്പൊ 2√2 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഡയഗണൽ ലെങ്ത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് കണ്ടെത്തിയാൽ മതി. അതല്ലേ നമ്മുടെ ഡയഗണൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡയഗണൽ ലെങ്ത് കിട്ടുക. ആൻസർ എത്ര കിട്ടും? 2√2 കിട്ടുക. ഒന്നില്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ലെങ്ത് ഓഫ് ദി ഡയഗണൽ എന്ന് പറഞ്ഞാൽ √2 into സൈഡ് എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. നമ്മൾ അടുത്ത് ഈ സ്ക്വയറിനെ 2 ടൈംസ് ആണ് ആര് എന്ന് പറഞ്ഞത്? അല്ലെ, നമ്മുടെ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഇക്വലാറ്റർ ട്രയാങ്കിൾ വരച്ചു. അപ്പൊ 2 സൈഡ് 2 into 2 എത്ര കിട്ടി? 4 കിട്ടി. ക്ലിയർ ആയല്ലോ? ഞാൻ എന്ത് ചെയ്തു? ABC എന്ന പേര് കൊടുത്തു. എ നിന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. അതിന് 2 സെന്റിമീറ്റർ ആയി മാറി. ഇതിന് എന്ത് കൊടുത്തു? ഒരു D എന്ന് പേരും കൊടുത്തു. ഇനി എന്ത് ചെയ്യാ? ഈ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ട് അല്ലെ, ഇക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടി. അപ്പൊ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്തു. അതിനെന്തു? ഇങ്ങോട്ട് നീട്ടി മാറ്റി വരച്ചു. ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? AD യുടെ ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ആണ്. AC സ്ക്വയർ ഈക്വൽ ടു അല്ലെ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് BC സ്ക്വയർ പ്ലസ് AD സ്ക്വയർ. ഇവിടെ AC എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ, BC എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ, AD സ്ക്വയർ ഈക്വൽ ടു 16 ആണ് ഇവിടെ വരിക. ഇവിടെ 4 വരും പ്ലസ് AD സ്ക്വയർ. അപ്പൊ AD സ്ക്വയർ ഈക്വൽ ടു 16 മൈനസ് 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. അപ്പൊ എന്ത് കിട്ടി? AD ഈക്വൽ ടു √2 ആണ്. √2 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 4 into 3 √4 അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? √4 into √3 അല്ലെ. നമ്മൾ ഫസ്റ്റ് സെക്ഷനിലെ √4 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ 2√3 ആണ് ആര് വന്നു അല്ലെ, ഈ ഇത് വന്നു. അപ്പൊ നമുക്ക് എന്തൊക്കെ ഇപ്പൊ കിട്ടി? സൈഡ്സുകൾ ആരൊക്കെ കിട്ടിയപ്പോ അല്ലെ, ഡയഗണൽ ലെങ്ത്തും കിട്ടി. അപ്പൊ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടിയത്? 2√2 ആണ്. ഇതും 2√2 ആണ്. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2√3, ഈ 2√3. അപ്പൊ ഇനി എന്ത് ചെയ്യാതെ? ട്രപ്പീസിയത്തിന്റെ എല്ലാ മെഷർമെന്റും കിട്ടി അല്ലെ. നമുക്ക് ട്രപ്പീസിയത്തിന്റെ ആരൊക്കെ കിട്ടി?
അല്ലെ ബേസ് കിട്ടി, ഹൈറ്റ് കിട്ടി, അതേപോലെ മുകളിലത്തെ വാല്യൂ കിട്ടി, പെരിമീറ്റർ ആണെങ്കിൽ എല്ലാ സൈഡും എന്ത് കിട്ടി, കിട്ടിക്കഴിഞ്ഞു. ഇനി നേരെ എന്ത് ചെയ്താൽ മതി, പെരിമീറ്റർ കാണാൻ തമ്മിൽ ആഡ് ചെയ്യാം, പിന്നെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് ഏരിയ കണ്ടു. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി ഇത് ഇങ്ങോട്ട് മാറ്റി വരട്ടെ. അപ്പൊ എന്തൊക്കെ നമ്മൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്, ആദ്യം അല്ലെ ഒരു എന്തുണ്ടോ ഒരു ഇക്വാറ്റർ ട്രയാങ്കിളിന്റെ പകുതി എടുത്ത് വരച്ചു, അതേപോലെ അതിന് മുകളിൽ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ആ സ്ക്വയർ ഇങ്ങോട്ട് മാറ്റി വരച്ചു, ഇങ്ങോട്ട് സ്ക്വയർ മാറ്റി വരച്ചു. ഇവിടുത്തെ മെഷർമെന്റ് 2√3 ആണ്, മുകളിൽ 2√3 ആണ്, 2 ഇപ്പുറത്ത് 2 ആണ്, ഡയഗണലില് 4 ആണ്, ഇവിടെ 2√2 ആണ്, ഇപ്പുറത്ത് എന്താവും 2 ആണ്, ഇവിടെ എന്താണ് 42. നേരെ മാറ്റി അല്ലെ, ഞാൻ കളർന്ന് മാറ്റി കൊടുത്തിട്ട് നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഒന്നാമത്തെ പ്രോബ്ലം എന്താ ചെയ്യാൻ പോകുന്നത് അല്ലെ, ട്രപ്പീസിയത്തിന്റെ പെരിമീറ്റർ. അപ്പൊ പെരിമീറ്റർ ഓഫ് ദി ട്രപ്പീസ് എന്ന് പറഞ്ഞാൽ എല്ലാം ആഡ് ചെയ്യും. 2 ആദ്യം പ്ലസ് അടുത്ത് 2√3 പ്ലസ് 2 പ്ലസ് 2√2 പ്ലസ് 2√3 പ്ലസ് 2√2 ഒക്കെ പാടായിട്ട് എത്ര 2 ഉണ്ട് അല്ലെ, 2 അപ്പൊ 4. എത്ര √3, 2√3 ഉണ്ട് അല്ലെ, അപ്പൊ 2 പ്ലസ് 2 4√3. എത്ര 2√2 ഉണ്ട്, 1 2 അല്ലെ, 2 പ്ലസ് 2 4√2 ഈക്വൽ 4 പ്ലസ് 4 into 1.732 plus 4 into 1.414 equal to 4 plus നമ്മൾ ചെയ്താണ് 6.928 ആണ്. ഇത് മൾട്ടിപ്ലൈ എന്താവും 5.656. ഇനി ആഡ് ചെയ്യാം ആരൊക്കെ തമ്മിൽ, 6.928 plus 5.656 plus 4 അല്ലെ 0.00 കൊടുത്തു, 8 plus 6 എത്ര കിട്ടി 14, 2 plus 6 അല്ലെ 7 plus 1 8 ആയി മാറി, 9 plus 6 15 remainder 1, 6 plus 4 10, 10 plus 1 എന്നാണ് 6 അല്ലെ 11 ആയി, plus 5 16 ആയി. അപ്പൊ 16 എത്ര കിട്ടി 584 സെന്റിമീറ്റർ ആണ് ഈ ട്രപ്പീസത്തിന്റെ പെരിമീറ്റർ ആയി വന്നത്. അടുത്തെന്താണ് ഏരിയ. നമുക്കറിയാം ട്രപ്പീസിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ബേസ് എയും അല്ലെ ഇവിടുത്തെ ബിയും ഹൈറ്റും എച്ചും ആണ്. അപ്പൊ ബേസ് എന്ന് പറഞ്ഞാൽ 2 plus 2 plus √3 plus 2 ആണ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ 2 plus 2 √3 plus 2, അതായത് 4 plus 2 √3 ആണ് എ. ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് 2√3. ബി എച്ച് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് ആണ്, എത്രയാണ് എച്ച് എന്ന് പറഞ്ഞാൽ 2. നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ഏരിയ ഓഫ് എ ട്രപ്പീസിയം ഈക്വൽ ടു 1/2 into എ പ്ലസ് ബി ഇൻറ്റു എച്ച്. അപ്പൊ 1/2 into എ എന്ന് പറഞ്ഞ എത്രയാണ് 4 plus 2 √3, ബി എന്ന് പറഞ്ഞാൽ 2√3, എച്ച് എന്ന് പറഞ്ഞാൽ 2. ഈ 2ഉം ക്യാൻസൽ ആയി, ബാക്കി ആരേ ഉള്ളൂ 4 plus 2 √3 plus √3 equal to 4 plus 2 √3 plus 2 √3 എന്ന് പറഞ്ഞാൽ 4√3 equal to 4 plus 4 into 1.732 അല്ലെ, അത് നമ്മൾ കുറെ പ്രാവശ്യം ചെയ്തതാണ്. 4 plus എത്ര കിട്ടി 6.928. ഇനി ആഡ് ചെയ്യാം. അപ്പൊ 6.928 plus 4000 എത്ര കിട്ടി 829 10.92 ആണ് വരുന്നത്. അപ്പൊ 10.928 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വരുന്നത് ഈ ട്രപ്പീസത്തിന്റെ ഏരിയ വരുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്, തേർഡ് ക്വസ്റ്റ്യൻ. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ? The picture shows the figure formed by joining two squares. Calculate the length of the bottom side of this figure. Correct the 2 centimeter. കറക്റ്റ് ആ √2ന്റെയും √3ന്റെയും വാല്യൂ ഇട്ട് കൊടുത്ത് ഫൈനൽ ആൻസർ കണ്ടെത്താനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബോട്ടം സൈഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത് ആണ്. നമുക്കറിയാം ഇതൊരു സ്ക്വയർ ആണ്, അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 27 ആണ്. അങ്ങനെ അതിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, എത്രയായിരുന്നു √27. ഈ സ്ക്വയറിന്റെ ഏരിയ 12 ആണ്, അതാണെങ്കിൽ ആ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും 12 അല്ലെ, നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഒന്നുകൂടി പറയാണ്, ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 27 ആണ്, അതിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ √27 ആണ്, ഇതിന്റെ ഏരിയ 12 ആണ്, അതിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി
√12 ഇത് തമ്മിൽ ആഡ് ചെയ്താൽ പോരെ. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് പറയാം, വൺ സൈഡ് ഓഫ് എ ലാർജ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, √27. അപ്പൊ √27 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ നോക്കാം അല്ലെ. 9 into 3 ആക്കി മാറ്റി എഴുതാം. അപ്പൊ √9 into √3 ആയി മാറി ഈക്വൽ ടു 3√3 സെന്റിമീറ്റർ ആയി മാറി. ഇനി അടുത്ത സ്മോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആരാവും, √2 ആണ്. √12 എങ്ങനെ മാറ്റി എഴുതാം, 4 into 3 അല്ലെ. അപ്പൊ √4 into √3 എന്ന് പറഞ്ഞാൽ 2√3 ആയി വന്നു. അപ്പൊ ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്താൽ പോരെ, 3√3യും അല്ലെ 2√3യും തമ്മിൽ ആഡ് ചെയ്താണ് ഈ ബോട്ടം സൈഡിന്റെ ടോട്ടൽ ലെങ്ത്. അപ്പൊ എന്ത് ചെയ്തു, ദ ലെങ്ത് ഓഫ് ദി ബോട്ടം സൈഡ് ഓഫ് ദി ഫിഗർ ഈക്വൽ ടു 3√3 plus 2√3 എത്രയാണ്, 5√3. അപ്പൊ 5 into 1.732 ആണ്. മൾട്ടിപ്ലൈ ചെയ്യാം, എത്ര കിട്ടും, 0, 15 1 എന്ന് പറയുമ്പോൾ 16 ആയി, റിമൈൻഡർ 1 അല്ലെ, 35 1 36 ആയി, 5 1 6, അപ്പൊ എത്ര 8 ആയി. അപ്പൊ 8.660 സെന്റിമീറ്റർ. എങ്ങനെയാണ്, 1.732 into 5 ആണ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 10 റിമൈൻഡർ 1 15 16 ആയി, that is 35 plus 1 36, റിമൈൻഡർ 3 1 5 plus 3 എന്ന് പറഞ്ഞാൽ 8. അപ്പൊ 8.660 സെന്റിമീറ്റർ ആണ് ഈ ബോട്ടം സൈഡിന്റെ മൊത്തം ലെങ്ത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്, ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ഫിഗർ ഷോസ് ദി ടു സ്ക്വയേഴ്സ് ഓഫ് ദി ടു കോർണർ ജോയിന്റ്, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി സ്ലാന്റ് ലൈൻ. ഏതാണ് സ്ലാന്റ് ലൈൻ, ഈ ലൈൻ നമ്മൾ സ്ലാന്റ് ലൈൻ എന്ന് പറയും. അപ്പൊ നമുക്കറിയാം ഈ സ്ക്വയറിന്റെ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡയഗണൽ ആണ്. നമുക്കറിയാം ഡയഗണൽ അറിയാം, ഇക്വേഷൻ അറിയാം അല്ലെ, √2 സൈഡ് ആണ്. അപ്പൊ 3√2 ആയി മാറി അല്ലെ ഇക്വേഷൻ. ഈ ഡയഗണൽ ലെങ്ത് കാണുന്ന ഇക്വേഷൻ √2 സൈഡ് ആണ്. അപ്പൊ സൈഡ് 3 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡയഗണൽ എന്ന് പറഞ്ഞ ലെങ്ത് എത്രയാവും, ഓൾറെഡി നമുക്കറിയാം √2 ആണ്, അതിന്റെ സൈഡിന്റെ ലെങ്ത് എത്രയാണ്, 2. ഈ 3√2 കൂടി 2√2 തമ്മിൽ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി, നമ്മുടെ ആൻസർ. അപ്പൊ എങ്ങനെ എഴുതാം, നമുക്ക് ആദ്യം the length of the diagonal of the large square equal to എന്താണ്, 2 into അല്ലെ സൈഡ് എത്രയാണ്, ഇവിടെ സൈഡ് 3 ആണ്. അപ്പൊ 3√2 സെന്റിമീറ്റർ. അടുത്തെന്ത് പറയാൻ പറ്റും, the length of the diagonal of the small square equal to √2 into സൈഡ്, ഇവിടെ സൈഡ് എത്ര, 2√2 സെന്റിമീറ്റർ. ഇനി the length of the സ്റ്റാൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിൽ ആഡ് ചെയ്യുന്നത്, 3√2 പ്ലസ് ആരൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് അല്ലെ, 2√2 തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം, ഈക്വൽ ടു 5√2. അപ്പൊ 5 into 1.414 ആണ്. മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, 1.414 into 5, അപ്പൊ എത്ര കിട്ടും അല്ലെ, 20, റിമൈൻഡർ 2, 5 plus 2 7 ആയി, 20 റിമൈൻഡർ 2 plus 7 ആയി. അപ്പൊ 7.070 സെന്റിമീറ്റർ ആണ് ഈ സ്ലാന്റ് ലൈൻ അല്ലെ, ആ ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി തേർഡ് സൈഡ് ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾ ഇൻ ദി പിക്ചർ ആൻഡ് ആൾസോ ഇറ്റ്സ് പെരിമീറ്റർ. എന്താണ്, ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട് അല്ലെ, ആ റൈറ്റ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഇങ്ങനെ ഒരു √3 കണ്ടെത്തുന്ന മെത്തേഡ് ഉണ്ടായിരുന്നു അല്ലെ. ഇവിടെ ഈ സൈഡുമായിട്ടൊരു സ്ക്വയർ വരച്ചാൽ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 15 മൈനസ് 18 ആണ് അല്ലെ. അപ്പൊ ഞാനിവിടെ ഒരു സ്ക്വയർ വരച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 15 മൈനസ് 18 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 32 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഓരോ സൈഡും കിട്ടണം. നമുക്കറിയാം ഈ സ്ക്വയറിന്റെ ഏരിയ 32 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാവും, √32 ആണ്. ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 50 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, √50 ആണ്. ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എത്രയും മാറും, √18 ആണ്. ഇതൊക്കെ പാടെ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താലാണ് ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് വരുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഷെയ്ഡഡ് അല്ലെ സ്ക്വയർ ആണ്. അപ്പൊ അതാ രീതിയിൽ എഴുതി പോവാണ്. അപ്പൊ എന്ത് ചെയ്തു,
ഞാൻ പേര് കൊടുത്തു, ആ ട്രയാങ്കിളിന് എ ബി സി എന്ന് പേര് കൊടുത്തു. ഇനി എന്ത് പറയാണ്, ഏരിയ ഓഫ് എ ഷെയ്ഡഡ് സ്ക്വയർ ഈക്വൽ ടു എന്ത് പറയാം, 50 മൈനസ് 80. 50 ഇതാണ്, 80 നമ്മള് ആ √3 കണ്ടെത്തിയിരുന്നു, ആ മെത്തേഡ് തന്നെ. അപ്പൊ 32 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമ്മൾ എ ബിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്, √32. √32 നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ 16 into 2 ആക്കി. അപ്പൊ എങ്ങനെ എടുക്കാം, 16 into √2 എന്ന് പറഞ്ഞാൽ 4√2 സെന്റിമീറ്റർ. അടുത്ത് ബി സി എടുത്തു. ബി സി എന്ന് പറഞ്ഞാൽ √50 ആണ്. √50 നമുക്ക് മാറ്റി എഴുതാം 25 into 2 ആണ്. അപ്പൊ 25 into √2 ഈക്വൽ ടു 5√2 സെന്റിമീറ്റർ. അടുത്ത ആരാണ്, എ സി ആണ്. എ സിന് എങ്ങനെ മാറ്റി എഴുതി, √18 ആണ്. √18 എങ്ങനെ മാറ്റി എഴുതാം, 9 into 2 ആണ്. അപ്പൊ √9 into √2 ഈക്വൽ ടു 3√2 സെന്റിമീറ്റർ. അപ്പൊ ഇനി പെരിമീറ്റർ കാണാൻ ബുദ്ധിമുട്ടില്ല, ഇതൊക്കെ ആഡ് ചെയ്യാം അല്ലെ. 4√2 പ്ലസ് 5√2 പ്ലസ് 3√2 ആഡ് ചെയ്യും. അപ്പൊ ഈക്വൽ ടു ആരൊക്കെയാണ്, എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ആണ്. ഈക്വൽ ടു എത്രയാണ്, 4√2 5√2 3√2. 4 പ്ലസ് 9 അല്ലെ 5 എന്ന് പറഞ്ഞാൽ 9 പ്ലസ് 3 12. അപ്പൊ 12√2 ആയി. √2ന്റെ വാല്യൂ 1.414 ആണ്. ഇനി എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. 1.414 into 2 ആണ്. അപ്പൊ 8 2 8 2. ഇവിടെ എന്തായി, 4 1 4 1 ആഡ് ചെയ്യാം. 8 6 9 6 1 1 2 3. അപ്പൊ 16 അല്ലെ 968 സെന്റിമീറ്റർ ആണ് ആര് വന്നത്, ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ആയി വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ. എന്താണ് 6th ക്വസ്റ്റ്യൻ, the product of the sum of the pairs of the numbers below and natural number or fraction find choose pair. അപ്പൊ ഇതിനെ ഓരോ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, √3, √12. അപ്പൊ √3 into √12 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 3 into 12 ആക്കി കൂടെ. 3 into 12 എന്ന് പറഞ്ഞാൽ 36. 36ന്റെ റൂട്ട് വാല്യൂ എത്ര, 6 അല്ലെ. ഇതേപോലെ ഓരോന്നും ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ √3 into √1.2 ഈക്വൽ ടു 3 into 1.2 എത്ര കിട്ടി, √3.6. അപ്പൊ 36ന്റെ നമുക്ക് റൂട്ട് വാല്യൂ ഉണ്ട്, അല്ലാതെ 3.6ന്റെ റൂട്ട് വാല്യൂ നമുക്ക് ഇല്ല. അപ്പൊ അതോടെ നടക്കും. ഇനി അടുത്തെന്താണ്, √5, √8. അപ്പൊ √5 into √8 എന്ന് പറഞ്ഞാൽ √5 into 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്, √40 അല്ലെ, വാല്യൂ ഇല്ല. ഇനി അടുത്തെന്താണ്, 0.5 into അല്ലെ 0.5 into ആരാണ്, 8 ആണ്, √8. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, 0.5 into 8 എന്ന് പറഞ്ഞാൽ അല്ലെ 40. ഇപ്പൊ 4.0 ഈക്വൽ ടു 4 ആണ്. അപ്പൊ √4 എന്ന് പറഞ്ഞ വാല്യൂ 2 ആണ്. 40ക്ക് വാല്യൂ ഇല്ല, √4 എത്ര ഉണ്ട്, റൂട്ട് വാല്യൂ 2 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് വന്നത്, 7 1/2. അപ്പൊ 7 plus 1/2 ആഡ് ചെയ്യാം. 2 into 7 14 plus 1/2. 14 plus 1 എന്ന് പറഞ്ഞാൽ 15/2 അല്ലെ. 2 into 7 14 plus 1. അതേപോലെ 3 1/3. 3 plus 1/3. 3 into 3 9 plus 1/3 equal to 10/3. അപ്പൊ എന്ത് കിട്ടി, √7 1/2 into 3 1/3 equal to √7 1/2 into 3 1/3 equal to √15/2 into 10/3. Cancel 15 3 കൊണ്ട് ഡിവിഷൻ നടത്തി 5. 10നെ 2 കൊണ്ട് ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ എത്ര കിട്ടി, 5. അപ്പൊ മുകളിൽ 5 into 5 എത്ര കിട്ടി, √25 equal to 5. അപ്പൊ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്തു. 15നെ 3 കൊണ്ട് ഡിവിഷൻ നടത്തി 5, 10നെ 2 കൊണ്ട് 5.
അപ്പൊ എത്ര കിട്ടി? 5 into 5 25 മാർക്ക്. അടുത്ത 6th ക്വസ്റ്റ്യൻ എന്താണ്? 2/5 into 1/10. എന്ത് ചെയ്യൂ? റൂട്ടിനകത്ത് കൂടെ 2/5 into 1/10. ഈ 10നെ 2 കൊണ്ട് ഡിവിഷൻ ആക്കിയാൽ 5 ഈക്വൽ ടു 1/5 into 5 ആയി മാറി. അപ്പൊ റൂട്ട് 1/25. അപ്പൊ എത്രയായി? 1/5 ആണ് ഇതിന്റെ ആൻസർ ആയി വന്നത്. അപ്പൊ ഇതോട് കൂടി നമ്മള് സെക്ഷൻ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി.